എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വർഷകാലം ആരംഭിക്കുന്ന ജൂൺ മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെടുത്തിയുള്ള അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. നിലവിലെ മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുകാർക്കുള്ള പൊതുവായിട്ടുള്ള റേഷൻ വിതരണ അറിയിപ്പുകളാണ് വന്നിട്ടുള്ളത്. ജൂൺ 9 ട്രോളിംഗ് നിരോധനമൊക്കെ നിലവിൽ വരുന്ന സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കും മറ്റുമുള്ള സൗജന്യ റേഷൻ ഉൾപ്പെടെയുള്ളവയുടെ പ്രഖ്യാപനങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുന്നതാണ്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ അറിയിപ്പനുസരിച്ച് മെയ് മാസത്തെ റേഷൻ വിതരണം മെയ് 30 അവസാനിച്ചിരിക്കുകയാണ്. മെയ് 31 ഞായറാഴ്ച പ്രമാണിച്ചും ജൂൺ 1 തിങ്കളാഴ്ച ആദ്യ പ്രവർത്തനത്തിൽ ഈ പോസ്റ്റ് സംവിധാനത്തിൽ ഈ മാസത്തെ റേഷൻ വിഹിതങ്ങൾ സെറ്റ് ചെയ്യേണ്ടതിനാലും സംസ്ഥാനത്ത് റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. അതിനാൽ തന്നെ ജൂൺ 2 ചൊവ്വാഴ്ച മുതലാണ് സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത്. ഇനി ഓരോ വിഭാഗം റേഷൻ കാർഡിനും ജൂൺ മാസത്തിൽ ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങൾ ഏതെല്ലാമാണെന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് അന്ത്യോദയ അന്നയോജയ AY മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. മുൻപ് ലഭിച്ചിരുന്ന 1 കിലോ പഞ്ചസാര ജൂൺ മാസത്തിൽ മഞ്ഞ റേഷൻ കാർഡിന് ഇല്ല. അടുത്തതായിട്ട് മുൻഗണനാ വിഭാഗം PH പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. അതിൽ തന്നെ കാർഡിന് അനുവദിച്ചിരിക്കുന്ന ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്ന് 4 കിലോ കുറച്ച് അതിന് പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കില് ലഭിക്കുന്നതാണ്. അടുത്തതായിട്ട് പൊതുവിഭാഗം NBS നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കില് ലഭിക്കുന്നതാണ്. കൂടാതെ അതത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കില് ലഭിക്കുന്നതാണ്. നീല റേഷൻ കാർഡിന് ഈ മാസം സ്പെഷ്യൽ അരി ഉണ്ടായിരിക്കുന്നതല്ല. അടുത്തതായിട്ട് പൊതുവിഭാഗം NBNS വെള്ള റേഷൻ കാർഡിന് 4 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കില് ലഭിക്കുന്നതാണ്. അതത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് വെള്ള റേഷൻ കാർഡിന് 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കില് ലഭിക്കുന്നതാണ്. വെള്ള റേഷൻ കാർഡിന് സ്പെഷ്യൽ അരി വിഹിതം ഇല്ല എന്ന് മാത്രമല്ല റേഷൻ അരി വിഹിതം വളരെ കുറവാണ്. പുതുതായിട്ട് അധികാരമേറ്റ UDF സർക്കാരിന്റെ കീഴിലെ ആദ്യ റേഷൻ വിതരണമാണ് നടക്കുന്നത്. അനൂപ് ജേക്കബാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി. വരും മാസങ്ങളിൽ കൂടുതൽ റേഷൻ വിഹിതങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏപ്രിൽ, മെയ്, ജൂൺ ക്വാർട്ടറിലെ മണ്ണെണ്ണ ഇതുവരെ വാങ്ങാത്തവർക്ക് ജൂൺ മാസത്തിൽ അവ വാങ്ങാവുന്നതാണ്. മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്ററും പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുകാർക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണയുമാണ് ലഭിക്കുന്നത്. ജൂൺ മാസത്തിൽ ഇത്രയും വിഹിതങ്ങളാണ് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്നത്. വരും ദിവസങ്ങളിലെ എല്ലാ പ്രധാനപ്പെട്ട അറിയിപ്പുകളും നിങ്ങളെ കൃത്യസമയത്ത് തന്നെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.